ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ വീണ്ടും സജീവമാക്കാൻ വിമാന കമ്പനികൾ തയ്യാറെടുക്കുന്നു. അടുത്ത ദിവസം മുതൽ 100% ശേഷിയിൽ സർവീസ് ആരംഭിക്കുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. നാളെ 60% ശേഷിയിൽ സർവീസിന് തുടക്കമാകും. ഇന്ത്യയിലേക്ക് 22 വിമാനങ്ങൾ സർവീസ് നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്ത് ജിദ്ദ സർവീസുകൾക്ക് പുറമെ വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തും. റാസൽ ഖൈമയിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാനമുണ്ടാകും. ഇൻഡിഗോയും നാളെ മുതൽ മുംബൈ, ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഫുജൈറ എന്നീ വിമാനത്താവളങ്ങളിലേക്ക് നാളെ സർവീസ് നടത്തും. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, അതായത് ഒരു ഘട്ടം ഘട്ടമായി വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണോ? അങ്ങനെ തന്നെയാണ് വിമാന കമ്പനികളുടെ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത ആഴ്ചയാണ് വിമാന സർവീസുകൾ പൂർണ്ണതോതിലേക്ക് ലിമിറ്റഡ് ആയിട്ടെങ്കിലും ആരംഭിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് കുറച്ച് നേരത്തെ തന്നെ കുറെ കൂടി വിപുലമായ രീതിയിൽ ആരംഭിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് പ്രത്യേകിച്ച് UAE വിമാന കമ്പനികൾ. അടുത്ത ദിവസം തന്നെ 100% ശേഷിയിൽ സർവീസ് ആരംഭിക്കാനാണ് എമിറേറ്റ്സ് തയ്യാറെടുക്കുന്നത്. അതിൽ നാളെ തന്നെ 60% ശേഷിയിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് എമിറേറ്റ്സ് അറിയിച്ചിട്ടുള്ളത്. അതിൽ 22 വിമാനങ്ങൾ ഇന്ത്യൻ സെക്ടറിൽ 9 റൂട്ടുകളിൽ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തിഹാദ് വിമാനങ്ങളും പതിയെ സജീവമാവുകയാണ്. ഇപ്പോൾ അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി, ഹൈദരാബാദ് തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് അങ്ങനെ 25 നഗരങ്ങളിലേക്ക് ഇപ്പോൾ ഇത്തിഹാദ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്കുള്ള സർവീസുകൾ ഇക്കാര്യത്തിൽ ഈ പ്രഖ്യാപിച്ച ഇതിൽ എണ്ണത്തിൽ കുറവാണ്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ റാസൽ ഖൈമ, ഷാർജ, ദുബായ് തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്കുള്ള ഒരു സർവീസ് മാത്രമാണ് കാണുന്നത്. ഇപ്പോഴും കേരളത്തിലേക്ക് പ്രത്യേക വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ ഇത് കൂടുതൽ സജീവമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനീഷ.